ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു ബട്ടർ മുറുക്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ബട്ടർ മുറുക്ക് തയ്യാറാക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രമേ വേണ്ടൂ അതിന്. അപ്പോൾ എല്ലാവരും തയ്യാറാക്കി നോക്കണം. ഇതിന് മുൻപും ഞാനൊരു മുറുക്ക് റെസിപ്പി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ട് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുള്ള റെസിപ്പി ആയിരുന്നു അതും. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി പേജിൽ നിങ്ങളുടെ അടുത്ത് ഒരു സന്തോഷ വാർത്ത പങ്കിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. വീനാസ് ക്യൂക്ക് റെസിപ്പീസ് എന്നാണ് ചാനലിന്റെ പേര്. 5 മിനിറ്റിൽ താഴെയുള്ള വീഡിയോസ് ആയിരിക്കും മോസ്റ്റ്ലി ഞാൻ പോസ്റ്റ് ചെയ്യുക. ഇൻട്രൊഡക്ഷൻ ഉണ്ടാവില്ല, ഒരുപാട് സംസാരം ഒന്നും ഉണ്ടാവില്ല. ഓൺലി റെസിപ്പീസ് മാത്രം, റെസിപ്പീസിനെ കുറിച്ച് മാത്രം സംസാരിക്കുന്ന ഷോർട്ട് വീഡിയോസ് ആയിരിക്കും അതിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ താഴെ തരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒട്ടും താമസിച്ചിട്ട് നമുക്ക് എങ്ങനെയാണ് രുചികരമായ ബട്ടർ മുറുക്ക് തയ്യാറാക്കാം എന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് ബട്ടർ മുറുക്ക് തയ്യാറാക്കാൻ തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നമ്മൾ ഇടിയപ്പൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വളരെ നൈസ് ആയിട്ടുള്ള റോസ്റ്റഡ് ആയിട്ടുള്ള അരിപ്പൊടി കേട്ടോ. അത് 1 കപ്പാണ്. ഏത് കപ്പിലാണോ നിങ്ങൾ അരിപ്പൊടി എടുക്കുന്ന ആ സെയിം അളവിൽ തന്നെ വേണം ബാക്കിയുള്ള കാര്യങ്ങൾ എടുക്കാൻ. അതിലോട്ട് നമുക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് 1/2 ടീസ്പൂൺ ഉപ്പാണ്. കായത്തിന്റെ പൊടി 1/2 ടീസ്പൂൺ. ഒരുപാട് കായത്തിന്റെ പൊടി ഇടണ്ട, കാരണം ഒരുപാട് ഇട്ട് കഴിഞ്ഞാൽ കൈപ്രസം വരാനുള്ള ചാൻസ് ഉണ്ട്. 1/4 ടീസ്പൂൺ ജീരകം, 1/2 ടീസ്പൂൺ വെളുത്തുള്ളി. വെളുത്തുള്ളി ഇല്ലെങ്കിൽ കറുത്തുള്ളി ഇടാം. ഈ 2 എള്ളില്ലെങ്കിലും പ്രശ്നമില്ല. ഞാനിവിടെ 1/2 ടീസ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ള് ബേക്കിംഗ് സോഡ, അപ്പക്കാരം. ഒരു നുള്ള് എന്ന് പറഞ്ഞാൽ ഒരു നുള്ള് മാത്രം മതി, അധികം ചേർക്കാൻ പാടില്ല. നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ബട്ടറാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ. ഞാൻ ഉപയോഗിക്കുന്നത് അൺസോൾട്ടഡ് ആയിട്ടുള്ള, അതായത് ഉപ്പ് ചേർക്കാത്ത ബട്ടറാണ്. ഉപ്പ് ചേർക്കുന്ന ബട്ടർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ ചേർക്കുന്ന ഉപ്പിന്റെ അളവ് മാറ്റം വരുത്തണം, കുറയ്ക്കണം കേട്ടോ. അപ്പൊ ഇതിലേക്ക് ഒരു 2.5 ടേബിൾ സ്പൂൺ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ ബട്ടറും കൂടെ ചേർത്തതിന് ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തോട്ടും ഈ ബട്ടർ നന്നായിട്ട് മിക്സ് ആവണം. അതുവരെ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. ഇപ്പൊ നോക്കൂ, നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇങ്ങനെ പിടിക്കുമ്പോൾ ഇതുപോലെ ആവണം. ഓക്കെ, ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. ചപ്പാത്തി മാവിന്റെ പരുവത്തിൽ നമുക്കിതങ്ങ് കുഴച്ചെടുക്കണം. അപ്പൊ ഞാൻ എത്ര വെള്ളം ചേർത്തു എന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഇനി നമുക്ക് നോർമൽ വെള്ളം, റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി കുഴച്ചെടുക്കാം. ആദ്യം തന്നെ ഒരുപാട് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കാം. ഞാനിപ്പോൾ 1/2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. നോക്കട്ടെ, വെള്ളം കൂടി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ അളവൊക്കെ തെറ്റിപ്പോവും. അതുകൊണ്ട് അതെപ്പോഴും ശ്രദ്ധിക്കാം. ഇത് മതിയാകും. നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കട്ടെ. ഞാൻ മാവിന്റെ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ നമ്മൾ തൊടുമ്പോൾ ഉള്ളിലോട്ട് പോകാൻ വേണം, സോഫ്റ്റ് ആയിട്ടിരിക്കണം. അതേസമയം ഒരുപാട് വെള്ളം കൂടാനും പാടില്ല കേട്ടോ. ഒരുപാട് വെള്ളം കൂടി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മുറുക്ക് ചുറ്റി കഴിഞ്ഞാൽ എല്ലാം കൂടി ഇങ്ങനെ പതഞ്ഞ് മുകളിലോട്ട് വരും. മാത്രമല്ല അത് പൊടിഞ്ഞു പോവുകയും ചെയ്യും. അപ്പോൾ വെള്ളം എപ്പോഴും ശ്രദ്ധിക്കുക. അപ്പൊ ഇതാ ഞാനിവിടെ അച്ചെടുത്തിട്ടുണ്ട്. സ്റ്റാർ ആണ് കേട്ടോ നമുക്ക് ഇടേണ്ടത്. ചില അച്ചില് സ്റ്റാർ 2 സ്റ്റാർ ഉണ്ടാവും. അങ്ങനെ വെച്ചാൽ നന്നായിരിക്കും. പക്ഷെ എനിക്ക് ഇവിടെ കിട്ടിയ ഇതിന്റെ ഉള്ളിൽ 1 സ്റ്റാറേ ഉള്ളൂ. എനിവേ നമുക്കത് വെച്ചു കൊടുക്കാം. ഇത് ഇടിയപ്പത്തിന്റെ പ്രസ്സാണ് കേട്ടോ. ഇടിയപ്പത്തിന്റെ പ്രസ്സിൽ നമുക്ക് 10-14 അച്ചുണ്ടാവും. അപ്പൊ നമ്മൾ ഇതിൽ വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് നമ്മുടെ മാവ് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പൊ എന്റെ മുറുക്കുണ്ടാക്കുന്ന വീഡിയോയിൽ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ആദ്യമേ തന്നെ നമ്മൾ ടെസ്റ്റ് ചെയ്യണം. നമ്മൾ ചെയ്തിരിക്കുന്ന മാവിന്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ടെസ്റ്റ് ചെയ്താൽ കൊള്ളാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് കുറച്ച് മാവ് ഇതേപോലെ തന്നെ ഷേപ്പ് ആക്കിയതിന് ശേഷം ഉള്ളിലോട്ട് വെച്ച് കൊടുക്കാം. ഇങ്ങനെ നമുക്ക് ചുറ്റാൻ പറ്റണം. അതിന്റെ അർത്ഥം കറക്റ്റ് ആണ് വെള്ളത്തിന്റെ അളവെന്നാണ് കേട്ടോ. ബാക്കിയുള്ള മാവ് അടച്ചു വെക്കാൻ മറക്കരുത്. ചൂട് ഒരുപാട് കൂടാൻ പാടില്ല. ലോ ടു മീഡിയം ചൂടിലായിരിക്കണം നമ്മൾ ഇതിലേക്ക് പ്രസ് ചെയ്ത് മുറുക്ക് ചുറ്റിയിടേണ്ടത് കേട്ടോ. അല്ലെന്ന് വെച്ചാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുറുക്ക് ഇടുന്ന സമയത്ത് തന്നെ അതങ്ങ് ബ്രൗൺ കളർ ആവുകയും ചെയ്യും, ഉള്ളിൽ കുക്ക് ആവില്ല. അതുകൊണ്ട് ഇച്ചിരി സമയം എടുത്തിട്ട് എണ്ണയിലിട്ട് നമുക്ക് പതുക്കെ കുക്ക് ചെയ്തെടുക്കേണ്ടതാണ്. അതുകൊണ്ട് ലോ ടു മീഡിയം ചൂടാവുന്ന സമയത്താണ് നമുക്ക് മുറുക്ക് ഇതിലേക്ക് ചുറ്റിയിടേണ്ടത് കേട്ടോ. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. എണ്ണ ചൂടായെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം. പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ അർത്ഥം എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ് കേട്ടോ. നമുക്കിനി മുറുക്ക് ചുറ്റിയിടുമ്പോൾ നമ്മളെ മറ്റേ മുറുക്ക് പോലെ ചുറ്റെല്ലാം വെച്ചാൽ വെറുതെ ഇട്ടാൽ മതി. നമുക്ക് എന്തായാലും ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കേണ്ടതാണ്. ചെറിയ പീസസ് ആയിട്ടാണ് ഈ മുറുക്ക് കിട്ടുക.
ആദ്യത്തെ ബാച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാം. അതിനുശേഷം ടേസ്റ്റ് ചെയ്തിട്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമ്മുടെ മാവിൽ മാറ്റം വരുത്താം. അതായത് ഉപ്പൊക്കെ ഒന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് കുറവ് പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ചെറിയൊരളവിൽ ഫ്രൈ ചെയ്തെടുക്കാം. ബാക്കിയുള്ള മാവ് അടച്ച് വയ്ക്കാം. തിരിച്ചിട്ട് കൊടുക്കുക. ചെറിയൊരു കളർ ചേഞ്ച് വരുമ്പോൾ നമുക്കങ്ങ് കോരി മാറ്റി വയ്ക്കാം. പിന്നെ പുറത്ത് ഇരുന്നതിന് ശേഷം അത് കുക്ക് ആയിക്കോളൂ കേട്ടോ. ഒരുപാട് ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. നോർമൽ മുറുക്ക് പോലെ ബ്രൗൺ കളർ ആവാൻ നിൽക്കണ്ട. ഒന്നും കൂടെ ആയിക്കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ കോരി മാറ്റിയിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്ത് നോക്കാൻ മറക്കരുത്. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് റെഡി ആയിട്ടുണ്ട്. നമുക്കങ്ങ് കോരി മാറ്റി വെക്കാം. ഇതുപോലെ തന്നെ എല്ലാതും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ബട്ടർ മുറുക്ക് റെഡി ആയിട്ടുണ്ട്. മൊത്തത്തിൽ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ക്രിസ്പി ആയിട്ടുള്ള ആ സമയം ഇങ്ങനെ സോഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. കടിക്കുന്ന സമയത്ത് ഇങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ മുറുക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്ക് പ്രത്യേകിച്ചും. അപ്പോൾ അതിനുശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഒരെണ്ണം കഴിച്ചു നോക്കിയാലോ. അടിപൊളിയായിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു.